എന്നാലും അതെങ്ങനെ സാധിച്ചു? അന്നവന് നല്ല പവറായിരുന്നില്ലേ? ഒറ്റയടിക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി. അതല്ല ഞാൻ ചോദിച്ചത്. സ്വന്തം മകൻ ആശുപത്രി കിടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് അതെങ്ങനെ സാധിച്ചു? ആ, എന്നിട്ട് പിന്നെന്ത് സംഭവിച്ചു? ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടേ എന്ത് മോശ. എനിക്കതല്ല, നിഷിമ ഇതറിഞ്ഞാൽ എന്തായിത്തീരുമെന്ന. പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാ? അവൾ ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ? വേണ്ടേ? പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞ അപ്പം തന്നെ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും. അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വാട്ട പുട്ടമ്മ. ഓ സൂപ്പർ. അച്ഛന് ലേശം കറി ഒഴിച്ചു കൊടുക്കമ്മ. എനിക്ക് മതി. എണീക്കട്ടെ. അമ്മേ, നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം, ഒരു കാറ്. വേണോ ചാ? അമ്മയ്ക്ക് ശരി ചാ. ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ, നമുക്ക് മാറാം. സാറേ, അതെ, ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ. ചേട്ടാ, എന്നാ ഇറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക്? ഒന്ന് ശ്രദ്ധിച്ചേക്കണെങ്കിലേ. ആ മോനെ. ശരിക്കും ഇവിടുന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല. അച്ഛനും അമ്മയും അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ കൂടെ നിൽക്കണ്ടേ. സിറ്റി ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കണം അത്രേ. അത് നല്ലതാ. ഏതായാലും താനും ഇവിടുന്ന് പോകില്ല എന്നുള്ള തൻ്റെ തീരുമാനം മാറ്റിയല്ലോ. മരിച്ചിട്ടാവും നമ്മളൊക്കെ പിരിയാന്ന് പറഞ്ഞത് വെറുതെ ആയി അല്ല ദാസ? അങ്കിളിൻ്റെ വിഷമം കണ്ടാൽ ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങാലോ. പക്ഷെ ഫ്ലാറ്റിലായതുകൊണ്ട് കയറിപ്പറ്റൽ എളുപ്പമല്ല. അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വൻ ടൈറ്റാണ്. മാത്രമല്ല ഇവിടുന്ന് കുറേ ദൂരമില്ലേ അങ്ങോട്ട്. സാരല്ല, ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരിയല്ലേ? ശരി, കയറാച്ചാ. അമ്മ താൻ എന്തൊക്കെയാ അവനെ പറ്റി പറഞ്ഞേ? അവൻ മിടുക്കനാ. അവൻ്റെ ഒരു ഉത്തരവാദിത്തം കണ്ടില്ലേ? നല്ല പയ്യനാവൻ. അച്ഛാ ശരി ശരി. ആ ശരി.